ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ബിരിയാണി കുക്ക് ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഞാനൊരു ബൗളിലേക്ക് 750 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചതും അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് യോഗട്ടാണ്. ഞാനിവിടെ ഒരു 300 ഗ്രാമോളം ഏകദേശം എടുത്തിട്ടുണ്ട്. ഇനി കൊറിയാണ്ടർ ലീവ്സ് ചേർക്കാം. അതുപോലെ മിൻറ്റ് ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ ചിക്കൻ പീസിൽ കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1 മണിക്കൂറോളം ഇത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അത് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ബേ ലീവ്സ്, അതുപോലെ പട്ട, ഏലക്കായ, ഗ്രാമ്പൂ ഇതെല്ലാം കുറച്ചിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ജീര റൈസ് 4 കപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് കഴുകി വാരി എടുത്ത് വയ്ക്കണം. അത് നന്നായിട്ട് നെയ്യിൽ ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ആ നെയ്യിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്ന പോലെ ഒന്ന് കിടക്കണം അരി, എങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ആവുക. ഇനി അതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഒരു അടപ്പ് വെച്ചിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ട് അരി വേവിക്കുക. വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ബേ ലീഫ്, കാടമം, ക്ലോവ്, സിന്നമൺ എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്കൊരു 2-3 ഒനിയൻ, അത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. ഇത് നമുക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒനിയൻ കുറച്ചൊന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാവുള്ളൂ. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയും എല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് 3ഉം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം വേവുമ്പോൾ ഇറങ്ങുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ചിക്കൻ വേവുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ. ഇത് അടച്ചു വെച്ച് ചിക്കൻ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. അതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് നമുക്ക് നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് ശരിക്കും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അത് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഒനിയൻ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ കളർ ആകുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യമെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണയോ നെയ്യോ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഗോൾഡൻ കളർ ആകുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. ഇനി ഒരു വലിയ പാൻ എടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ച് വെച്ച റൈസാണ്. ആ റൈസ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം അത് ഫില്ല് ചെയ്യുന്ന പോലെ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, സെക്കൻഡ് ലെയർ ചിക്കൻ ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കണം. അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കുറച്ച് റൈസ് ആഡ് ചെയ്യുക. നമുക്കിങ്ങനെ നമ്മുടെ കയ്യിലുള്ള റൈസും ചിക്കനും ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇടയ്ക്ക് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ സാഫ്രോൺ മിൽക്കാണ്. പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് വെച്ച് അതൊരു യെല്ലോ കളറാവും. അത് റൈസിന് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ കളറും വരും. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ എല്ലാം ലെയർ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. നമ്മുടെ എല്ലാ റൈസിലും നമുക്ക് ആ ചിക്കൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടും. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അതെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം പാൻ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം ചെറു തീയിൽ നമ്മൾ വെക്കുക. ഇനി നമുക്കിതെല്ലാം വെന്തതാണ്, അതുകൊണ്ട് ഇതൊന്ന് ദമ്മാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെക്കുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പോൾ നല്ല ഫ്ലേവറുള്ള നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും അതുപോലെ കാഷ്യൂയും പിന്നെ കുറച്ച് മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.